വിജയ് ഹസാരെ ട്രോഫിയിൽ മൂന്നാം മത്സരം കളിക്കാൻ കേരളം നാളെ ഇറങ്ങുകയാണ്. നാളെ രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന മത്സരത്തിൽ കേരളത്തിന്റെ എതിരാളി ശക്തരായ മധ്യപ്രദേശാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ത്രിപുരയ്ക്കെതിരെ മികച്ച വിജയം നേടിയ കേരളം രണ്ടാം മത്സരത്തിൽ കർണാടകയോട് പരാജയപ്പെട്ടിരുന്നു. വീണ്ടും വിജയ വഴിയിൽ മടങ്ങിയെത്താൻ രോഹൻ കുന്നുമ്പേലും സംഘവും നാളെ ഇറങ്ങുമ്പോൾ വെങ്കിടേഷ് അയ്യരുടെ ക്യാപ്റ്റൻസിയിലാണ് മധ്യപ്രദേശ് കേരളത്തെ നേരിടാൻ എത്തുന്നത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും വിജയിച്ച മധ്യപ്രദേശ് ഗ്രൂപ്പിൽ 8 പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണ്. അതേസമയം ഒരു വിജയം മാത്രമുള്ള കേരളം ഗ്രൂപ്പിൽ 4 പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണ്. കണക്കുകളിൽ വിജയം മധ്യപ്രദേശിനോട് ഒപ്പമാണ്. ഇതുവരെ കേരളത്തിന് മധ്യപ്രദേശിനെതിരെ ഒരു വിജയം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. കളിച്ച 3 മത്സരങ്ങളിൽ ഒരു വിജയം മധ്യപ്രദേശ് നേടിയപ്പോൾ 2 മത്സരങ്ങൾ സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ കാണിച്ച ബാറ്റിംഗിലും ബൗളിംഗിലും ഫോം നിലനിർത്തിയാൽ മാത്രമാണ് കേരളത്തിന് നാളത്തെ മത്സരത്തിൽ വിജയിക്കാൻ കഴിയൂ. കഴിഞ്ഞ 2 മത്സരത്തിലും കേരളത്തിന് വേണ്ടി കളിക്കാൻ ഇറങ്ങാതിരുന്ന സഞ്ജു സാംസൺ നാളത്തെ മത്സരത്തിൽ കളിക്കുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കേരളത്തിന് നാളത്തെ മത്സരം ശക്തമായ പോരാട്ടം ആയതിനാൽ സഞ്ജു സാംസൺ ടീമിലെത്താൻ സാധ്യതയുണ്ട്. ഗ്രൂപ്പിൽ റൺ റേറ്റിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിന് ഇനിയുള്ള മത്സരങ്ങൾ വിജയിച്ചാൽ പോയിന്റ് ടേബിളിൽ വൻ നേട്ടമുണ്ടാക്കാൻ കഴിയും.